ഹായ്, ഞാൻ മഹ്സൻ റിസ. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മില്ലറ്റ്സുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നമ്മൾ ധാരാളം മില്ലറ്റ്സുകളെ കുറിച്ച് കേട്ടിരിക്കും. കഴിഞ്ഞ 2023 വർഷം മില്ലറ്റ് വർഷമായി ആചരിക്കാൻ UNO ലോകത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. അത് മറ്റൊന്നും കൊണ്ടല്ല, ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഒരു ആഹാരമാണ് മില്ലറ്റ്സുകൾ. ഇന്ന് നമ്മൾ കേരളക്കരയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈറ്റ് റൈസ്, ഗോതമ്പ്, ഉഴുന്ന് തുടങ്ങിയ ധാരാളം ധാന്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ ഇരട്ടിയിലധികം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ മില്ലറ്റ്സുകളിൽ. അതുകൊണ്ട് തന്നെയാണ് പല ഡോക്ടേഴ്സും ഇന്ന് രോഗികളോട്, പ്രത്യേകിച്ചും ഷുഗർ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുള്ള മിക്കവാറും എല്ലാ രോഗികളോടും ഡോക്ടർമാർ മില്ലറ്റ്സുകൾ കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് മില്ലറ്റ്, അവ ഏതെല്ലാം. വളരെ ലളിതമായിക്കൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മില്ലറ്റ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ വളരെ ചെറിയ ധാന്യങ്ങളാണ്. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. വളരെ ചെറുതാണെങ്കിൽ കൂടിയും പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമാണത്. മലയാളികൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ധാന്യങ്ങളിൽ നിന്ന് ഇരട്ടിയിലധികം പോഷകമൂല്യമുള്ള ആഹാരമാണ് മില്ലറ്റുകൾ. ഈ മില്ലറ്റുകൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതൊരു ഔഷധമാണ് എന്നാണ്. ഔഷധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ വെൽനസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു പ്രൊഡക്റ്റാണ് മില്ലറ്റ് എന്ന് പലരും തെറ്റിദ്ധരിച്ചതായി സംസാരത്തിൽ മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളല്ല. വളരെ വളരെ പ്രകൃതിയാലുള്ള നമ്മുടെ മുൻഗാമികൾ കഴിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും പലരും കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിദത്തമായ ധാന്യത്തെയാണ് നമ്മൾ മില്ലറ്റ്സുകൾ എന്ന് പറയുന്നത്. അത് സാധാരണ പുൽവർഗത്തിൽപ്പെട്ട ധാന്യങ്ങളാണ് മില്ലറ്റ്സ്. ഇനി നമുക്ക് അവ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഇന്ത്യയിൽ 9 തരം ചെറുധാന്യങ്ങളെയാണ് മില്ലറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ നമുക്ക് രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. 5 ധാന്യങ്ങളെ പോസിറ്റീവ് മില്ലറ്റായിട്ടും ബാക്കി 4 ധാന്യങ്ങളെ ന്യൂട്രൽ മില്ലറ്റായിട്ടും വേർതിരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് മില്ലറ്റ് ആയതെന്നും എന്തുകൊണ്ടാണ് ബാക്കി 4 ന്യൂട്രൽ മില്ലറ്റ് എന്ന് വിളിക്കുന്നതെന്നും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇനി ഏതെല്ലാമാണ് പോസിറ്റീവ് മില്ലറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. 1. തിന. ഇതിനെ പല നാട്ടിലും തിന അരി എന്ന് പറയും, തന എന്ന് പറയും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫോക്സ് സ്റ്റൈൽ മില്ലറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും തിന അരി. രണ്ടാമത്തെ പോസിറ്റീവ് മില്ലറ്റ് ചാമ. ഇതിനെ നമ്മൾ ലിറ്റിൽ മില്ലറ്റ് എന്ന് വിളിക്കുന്നു. 3. വരക്, കോഡോ മില്ലറ്റ് എന്ന് പറയുന്നു. 4. കുതിരവാലി, ബർണിയാർഡ് മില്ലറ്റ്. 5. ഖൊയ്ലെ, ബ്രൗൺ ടോപ്പ്. ഈ 5 മില്ലറ്റുകളെയാണ് നാം പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ന്യൂട്രൽ മില്ലറ്റ്സ് ഏതാണെന്ന് നോക്കാം. 1. റാഗി. ഇതിനെ പല സ്ഥലങ്ങളിലും റാഗി എന്ന് വിളിക്കുന്നു, മറ്റു പല സ്ഥലങ്ങളിലും മുത്താറി എന്ന് വിളിക്കുന്നു, മറ്റു പല സ്ഥലങ്ങളിലും പഞ്ഞപ്പുല്ല് എന്ന് വിളിക്കുന്നു. ഏത് പേര് വിളിച്ചാലും ഇത് ഫിംഗർ മില്ലറ്റ് എന്നാണ്. ഫിംഗർ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏത് പേരിൽ നമ്മൾ വിളിച്ചാലും ഒന്ന് തന്നെയാണ്. ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു മില്ലറ്റാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും കുറുക്കും മറ്റുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണമാണത്. 2. മണിച്ചോളം. മണിച്ചോളത്തിന് 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് സ്വർഗം മില്ലറ്റ്, മറ്റൊന്ന് ജോവർ മില്ലറ്റ്. ഈ രണ്ടാണെങ്കിലും
മലയാളത്തിൽ നമ്മൾ മണിച്ചോളം എന്നാണ് പറയുന്നത്. 3 പനിവരകൾ. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പ്രോസോ മില്ലറ്റ് എന്ന് വിളിക്കുന്നു. 4 കമ്പ്. കമ്പ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ബാജ്ര, മറ്റു സ്ഥലങ്ങളിൽ ബജ്ര എന്ന് പറയും. കമ്പം അല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. കമ്പം അല്ല, കമ്പ്. കമ്പം എന്നുള്ളത് വേറൊരു ധാന്യമാണ്. ഓക്കെ, അതിനെ നമ്മൾ പേൾ മില്ലറ്റ് എന്ന് വിളിക്കുന്നു. മൊത്തത്തിൽ 5 പോസിറ്റീവ് മില്ലറ്റ്സും 4 ന്യൂട്രൽ മില്ലറ്റ്സും. ഇത്രയും കാര്യങ്ങളാണ് 9 മില്ലറ്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മില്ലറ്റ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഈ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.